ഹലോ ഹായ് നമസ്കാരം. ഈ വിവോ X300 കൈ കിട്ടിയതിന് ശേഷം ഒരു പ്രോപ്പർ റിവ്യൂ ചെയ്യാൻ വേണ്ടി, ക്യാമറ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. കാക്കയുടെയും പൂച്ചയുടെയും പട്ടിയുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3x വരെ ഫൈനാണ്. 3xന് അപ്പുറത്തേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് 10xലേക്കൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കയറുന്നു, ഭയങ്കര പെയിൻ്റ് അടിച്ച് വെച്ച പോലെ തോന്നുന്നു. ചിലത് ഭയങ്കര രസമാണ്, നമ്മൾ ദൂരെയുള്ള ബിൽഡിംഗ് ഒക്കെ എടുത്താൽ ഭയങ്കര രസമായിട്ട് കിട്ടും. പക്ഷേ അത് വെച്ച് അവർ എൻഹാൻസ് ചെയ്താണെന്ന് നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ ഉപയോഗിക്കാം. എന്തായാലും ഇന്നിപ്പോൾ ഇതിൻ്റെ ബാക്ക് ക്യാമറ പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു നല്ല പരിപാടി കിട്ടിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ആശ ശരത്തിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. പുള്ളിക്കാരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ അവിടെ പോയിട്ട് ആ ഇവൻറ്റിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ കൂടെ ശ്രുതിയും കൂടിയുണ്ട്. ഹായ് കൊടുക്കൂ. ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജും കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നിശാഗന്ധിയിൽ കാണാം. ഇതിൻ്റെ ക്യാമറ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് ക്യാമറയാണ്. അതിൽ 0.8x കാണുന്നത്. എനിക്കിത് 1x ഇടാം, 2x ഇടാം. നമ്മൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മുഖത്തേക്ക് നോക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയുണ്ട്. ഇതിപ്പോൾ കാറിനകത്തിരിക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ക്ലാരിറ്റിക്ക് ഒരു ചെറിയ പ്രശ്നമുള്ളത്. അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ അടിപൊളിയാണ്. ഫോട്ടോസ്, പ്രത്യേകിച്ച് സെൽഫീസ്, വീഡിയോൻ്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുള്ളൂ. ഫോട്ടോ മാൻ ഒരു രക്ഷയുമില്ല. അത് സെൽഫി എടുത്താലും ശരി, ബാക്ക് ക്യാമറയിൽ ഫോട്ടോ എടുത്താലും ശരി, നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ വേറെ ലെവൽ ഫോട്ടോ നമുക്ക് കിട്ടും. 10xന് മുകളിലേക്ക് പോകാതിരിക്കണമെന്നേ ഉള്ളൂ. ബാക്കി പിന്നെ ആയിപ്പോവും. ബാക്കി നമുക്കിനിയിപ്പോൾ എന്തായാലും അവിടെ തന്നെ എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. നമ്മളിപ്പോൾ നിശാഗന്ധി എത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്യാമറയുടെ മറ്റൊരു വലിയ അഡ്വാൻറ്റേജ് എനിക്ക് ഫീൽ ചെയ്ത്, സെൽഫി നമ്മളിതുപോലെ ഷൂട്ട് ചെയ്യുമ്പോൾ നടന്നുകൊണ്ട് ഷൂട്ട് ചെയ്താലും വലിയ ഷെയ്ക്കൊന്നും ഇല്ലാതെ അത്യാവശ്യം നല്ല ഡീസൻ്റായിട്ട് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. ലൈക്ക് ആൻ ഐഫോൺ. വാട്ട് യു സീ ഈസ് കനകക്കുന്ന് കൊട്ടാരം. ആ പോകുന്ന ശ്രുതി. ഇതിൻ്റെ അകത്താണ് പരിപാടി നടക്കുന്നത്. മുളങ്കാടുകളും ഒക്കെ ഉണ്ട്. പൊക്കോളൂ സാർ. ആരാണ്? കേരള സ്റ്റേറ്റ് ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഗിംബലോ പരിപാടിയോ ഒന്നുമില്ല. ജസ്റ്റ് സ്ട്രൈറ്റ് ഔട്ട് ഓഫ് ക്യാമറ ഇതിങ്ങനെയാണ് ഉണ്ടാവുക. 2x 3x ഇട്ടിട്ട് നടന്നാലും ഇത്രയും കിട്ടും. 10xൽ ഇത്രയും ക്വാളിറ്റിയിലോ? മാൻ, ദിസ് ഈസ് ഗുഡ്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനും മുഹമ്മദ് റിയാദ് സാറിനും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒന്നായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. എൻ്റെ അമ്മ, എൻ്റെ ദൈവം, എൻ്റെ ഗുരു ശ്രീമതി കലാമണ്ഡലം സുമതി. അമ്മയ്ക്ക് തുല്യം, അമ്മയുടെ ഏറ്റവും. ഇതേ സമയത്ത് തന്നെ ഞാൻ സാംസങ് S25 അൾട്ര ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ രണ്ടും പാരലലി വെച്ച് പോകാം. ഓരോന്ന് ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് വാട്ടർമാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി വെച്ചിട്ട് നിങ്ങൾ തന്നെ കമ്പയർ ചെയ്ത് നോക്കൂ എങ്ങനെയുണ്ട് എന്നുള്ളത്. ആശ ശരത്തിൻ്റെ ഈ ഡാൻസ് പെർഫോമൻസ് എന്ന് പറയുന്നത് അപരാജിത എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ്. പുരാണങ്ങൾ മുതൽ ഇന്നത്തെ കാലം വരെയുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ അവർ ഓരോ ജീവിത സാഹചര്യത്തിലും ഉപേക്ഷിക്കപ്പെടുക, ചതിക്കപ്പെടുക, മാറ്റി നിർത്തപ്പെടുക എന്ന് പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ അതിനെതിരെ പോരാടിയിട്ടുള്ള സാഹചര്യങ്ങൾ, ഇനിയും ആ പോരാട്ടം തുടരേണ്ടതിൻ്റെ ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു മെസ്സേജിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് തീർച്ചയായും നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിൽ കൂടുതൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ വിഷ്വൽസ് ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട്, ക്യാമറയുടെ വിഷ്വൽ ക്വാളിറ്റി ഒന്ന് വിലയിരുത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വിഷ്വൽസ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഇനി ഒരിക്കലും അപരാജിതമാരാവില്ല. ആവാതിരിക്കണമെങ്കിൽ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സഹായിക്കണം. നമ്മൾ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കും അല്ലേ, സന്ധ്യയായാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം,
എൻ്റെ അമ്മയും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനും എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, നല്ല വസ്ത്രങ്ങൾ ധരിക്കണം, അല്ലെങ്കിൽ എവിടേക്കോ രാക്ഷസന്മാർ ഒളിഞ്ഞിരിപ്പുണ്ട് നിങ്ങളെ പിച്ചു ചീന്താൻ. ഇത് കേട്ടാണ് നമ്മൾ എല്ലാവരും വളർന്നത്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ആൺമക്കളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ടോ, മക്കളെ അത് നിന്റെ അമ്മയാണ്, ഇത് നിന്റെ സഹോദരിയാണ്, അത് നിനക്ക് പിറക്കാനിരിക്കുന്ന മകളാണ്? അങ്ങനെ പറഞ്ഞ് വളർത്തിയാൽ ഈ സമൂഹത്തിൽ ഒരു അപരാജിതയും ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട് DJ മൈക്ക് മിനി കണക്ട് ചെയ്തതിന് ശേഷമുള്ളതാണ്. ഇത് ഡിറ്റക്റ്റ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് ഇയർഫോൺ മോഡലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എൻഹാൻസ്മെൻറ്റ് ഒന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് കേൾക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വിത്തൗട്ട് മൈക്ക് എന്താണെന്നുള്ളതും വിത്ത് മൈക്ക് എന്താണെന്നുള്ളതും. ഫ്രണ്ട് ക്യാമറയിലാണ് നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിത് ജസ്റ്റ് ബാക്ക് ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്യാം എങ്ങനെയുണ്ടെന്നുള്ളത് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ ഞാൻ എൻ്റെ കയ്യിലാണ്, വേറെ ഡിവൈസ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് DJയുടെ വയർലെസ് മൈക്ക് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇത് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് കിട്ടുക 1x ക്യാമറയിൽ. ഇനി നമുക്ക് 0.5x ഒന്ന് 0.68 അതിലേക്കൊന്ന് സ്വിച്ച് ചെയ്യാം. ഇത് 0.6 ആണ്, 15mm ഈക്വലൻ്റ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം വൈഡായിട്ട് കിട്ടുമെന്നുള്ളത്. വൈഡിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ക്ലാരിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടോ എന്നുള്ള കാര്യം അറിയാം. ഇപ്പോൾ സമയം 4 മണിയാണ്. ഈ സമയത്ത് ഇവിടെ ഒന്നാമത് ചൂടില്ല. സാധാരണ ഇന്നലെയൊക്കെ ഈ സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു. ഒരു മഴയ്ക്കുള്ള സാധ്യത ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് കുറവാണ്. പക്ഷേ ഫോൺ ഹീറ്റ് ആവുന്നുണ്ട് ഗൈസ്. അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ലെറ്റ്സ് കം ബാക്ക് ടു ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ. ഹീറ്റ് ആവുന്നതിൻ്റെ പ്രശ്നം എവിടെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ മൊഡ്യൂളിൻ്റെ ആ സൈഡ്, അതിൻ്റെ ബാക്ക് സൈഡ്, അതുപോലെ സ്ക്രീനിൻ്റെ ഫ്രണ്ട് സൈഡ്, ഈ ഫ്രണ്ട് ക്യാമറയോട് ചേർന്നിട്ടുള്ള ഒരു സ്ക്വയർ സ്പേസ്, അത്രയും ഭാഗം നല്ല ഹീറ്റ് ആവുന്നുണ്ട്. അതും ഇന്നലെ വൈകുന്നേരം ആശാശരത്തിൻ്റെ ഇവൻറ്റ് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂസ്ലി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. വീഡിയോസ് വളരെ കുറച്ച് എടുത്തു. 60 ആണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതേ സമയത്ത് S25 അൾട്ര എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ക്ലിപ്പും കൂടി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഫോട്ടോസ് എടുക്കാൻ ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറ. എന്ന് വെച്ചാൽ ഒരു 10 ഫോട്ടോ എടുത്താൽ 6 ഫോട്ടോ അടിപൊളിയായിട്ട് കിട്ടും. അതിലും 10x വരെ ഇസ് ഫൈൻ. 10xൽ AI അതിൻ്റെ അകത്ത് കയറി കളിക്കുന്നുണ്ട്, അത് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ബട്ട് സ്റ്റിൽ വളരെ യൂസബിൾ ആയിട്ടുള്ള ഫോട്ടോസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ഞാൻ ഈ ഫോട്ടോസ് എല്ലാം S25 അൾട്രയിലേക്ക് വായിച്ച് നോക്കി. ഇപ്പോൾ ഇതിൻ്റെ സ്ക്രീനിൽ അങ്ങനെ എൻഹാൻസ് ചെയ്ത് കാണുന്നതാണോ എന്നും കൂടി അറിയണമല്ലോ. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും എനിക്ക് നല്ല ഫോട്ടോസായിട്ടാണ് ഫീൽ ചെയ്തത്. 3xൽ ഗംഭീരമാണ്. വീഡിയോ 3x വരെ ഞാൻ അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ 3xന് അപ്പുറത്തേക്ക് പോകുമ്പോൾ 10xലേക്ക് വീഡിയോ പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു സ്റ്റേജ് ഇവൻറ്റ് നമ്മൾ കവർ ചെയ്യുമ്പോൾ ക്ലാരിറ്റി ഡിപ്പ് വരുന്നുണ്ട്. 10xലൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊക്കെ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന കാര്യമല്ലേ. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ഇവൻറ്റിന് നമ്മൾ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആയിട്ടുള്ള ലൈറ്റിംഗ് കണ്ടീഷൻസ് ആണ് ഒരു സ്റ്റേജ് ഇവൻ്റ് എന്ന് പറയുന്നത്. ഒരുപാട് സൈഡിൽ നിന്ന് ലൈറ്റ് വരും. ആ സമയത്ത് ക്യാമറ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇവൻറ്റിന് പോയിട്ടുള്ളത്. അവിടെ നന്നായിട്ട് ഹാൻഡിൽ നല്ല ലൈറ്റ് അപ്പോൾ എന്തായാലും ചെയ്യാൻ പറ്റും. എപ്പോഴും ക്യാമറയെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൊണ്ടുവച്ചാലേ നമുക്കിത് അറിയാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം എല്ലാ ക്യാമറയും ഒരുവിധം നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്യുക. നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ എല്ലാ ക്യാമറയും നല്ല ഫോട്ടോസും നല്ല വീഡിയോസും വരും. പക്ഷേ അങ്ങനെ നമ്മൾ പോയി വീഡിയോസൊക്കെ എടുത്തതിൽ ഫോട്ടോസിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. പക്ഷേ വീഡിയോയിലേക്ക് വരുമ്പോൾ പോരാ. അതേ സ്ഥലത്ത് നമ്മൾ 10x ഇട്ടിട്ട് S25 അൾട്രയിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് നല്ല ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് നമ്മൾ ആരാണ് എന്താണെന്നുള്ളത് അറിയാൻ പറ്റുന്നുണ്ട്. ഈവൻ അവരുടെ ലൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം അവരുടെ ഡ്രസ്സിൻ്റെയും ബാക്കി കാര്യങ്ങളുടെയൊക്കെ ഒരു ഡീറ്റെയിലിംഗ് നമുക്ക് കിട്ടും. ഈവൻ ഐഫോണിൽ നമുക്കത് കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ വീഡിയോൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 10xൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. 1xൽ ഈ പറഞ്ഞ പോലെ സെൽഫി വീഡിയോ എടുക്കാൻ ഞാൻ പറയുന്നത് എന്താ അറിയോ, നിങ്ങൾ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫോൺ വാങ്ങിക്കുക. DJയുടെ മൈക്കിൻ്റെ ഇഷ്യൂ കൊണ്ടാണ്, ആ കണക്ടിവിറ്റി ഇഷ്യൂ കൊണ്ടാണ് ക്ലാരിറ്റി ഇല്ലാത്തത്. അതിൽ വേറൊന്നും വിചാരിക്കരുത്. വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട് ക്യാമറയിൽ ഇത് അടിപൊളിയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഫ്രണ്ട് ക്യാമറയിൽ ഞാൻ ഭയങ്കര എനിക്ക് ഇതിൽ വീഡിയോ ഇങ്ങനെ എടുക്കാൻ തോന്നുന്നുണ്ട്. അതുപോലെ സെൽഫി ഫോട്ടോസ് കിട്ടലായിട്ടാണ് കിട്ടുന്നത്. ബാക്ക് ക്യാമറ വെച്ചിട്ട് എടുക്കുന്ന ഫോട്ടോസ്, പ്രത്യേകിച്ച് പോർട്രേറ്റ് മോഡ്, വൺ ഡീറ്റെയിലിംഗ് ആണ്. എടുക്കുമ്പോൾ ഒന്നും തോന്നില്ല, ഒരു ബ്ലേഡ് ഒരു സാധനം പോലെ ഉണ്ടാവും. പക്ഷേ ഒരു 2-3 സെക്കൻഡ്സ് കഴിയുമ്പോഴേക്കും സംഭവം നല്ല കിടലനായിട്ട് കിട്ടുന്നുണ്ട്. ക്യാമറയിൽ ഞാൻ അങ്ങനെ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുമ്പോഴും ഹീറ്റിംഗ് ഇഷ്യൂ ശരിക്കും ഉണ്ട്. ഫോൺ പോക്കറ്റിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഹീറ്റ് അറിയാൻ പറ്റും. അത് ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ എൻ്റെ കയ്യിൽ യൂസ് ചെയ്തിട്ടുള്ള ഫോണൊന്നും എനിക്ക് അത്രയും ഹീറ്റിംഗ് ഇഷ്യൂ തന്നിട്ടില്ല. ഇതിൽ ആ ഹീറ്റിംഗ് എനിക്ക് കുറച്ച് ഡിസ്റ്റർബിംഗ് ആണ്. കാര്യം വിരലിൽ നമുക്ക് ആ ചൂട് നിൽക്കും. ഫോൺ നമ്മളെടുത്ത് പോക്കറ്റിലിട്ട് കഴിഞ്ഞാൽ വിരലൊരു ചൂട് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ഉള്ളത്, അത് നിങ്ങൾ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് ഡയറക്റ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ
ഇൻസ്റ്റ അത്ര ഒപ്റ്റിമൈസ്ഡ് അല്ല, അതിന് അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ലാഗ് ഉണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് വീഡിയോ അപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ അപ്പ് ചെയ്തു, വീഡിയോ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മാറ്റമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എക്സിറ്റ് അടിച്ചിട്ട് തിരിച്ചു വരേണ്ടി വരും. ഐഫോണും സാംസങ്ങും ഇൻസ്റ്റാഗ്രാം എനിക്ക് ഭയങ്കര ബട്ടറി സ്മൂത്തായിട്ടാണ് ഫീൽ ചെയ്തത്. എന്ന് വെച്ചാൽ S25 അൾട്രയിലിരിക്കുന്ന പ്രോസസ്സറും ഇതും തമ്മിൽ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ഈ AnTuTu സ്കോർ അങ്ങനത്തെ കുറേ ആൾക്കാർ ഇട്ടിരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചത് വളരെ സിമിലർ ആയിട്ടുള്ള റിസൾട്ട് തരുമെന്നാണ്. അങ്ങനെയല്ല, നല്ല വ്യത്യാസമുണ്ട്. 1-2 സ്ഥലങ്ങളിൽ ഒരു ലാഗിൻ്റെ കാര്യമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വീഡിയോ പ്രോസസ്സിങ്ങിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. ഒരു സാധാരണ യൂസറിന് ഇത് മതി. നമ്മൾ ഈ കൊടുക്കുന്ന ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു സാധാരണ യൂസറിന് ദിസ് ഇസ് മോർ ദാൻ ഇനഫ്. പക്ഷേ നിങ്ങളൊരു അടുത്തൊരു പ്രോ ലെവൽ ഒരു സാധനമാണ് വേണ്ടതെങ്കിൽ, വീഡിയോ ആണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് എങ്കിൽ ഞാൻ ഈ ഫോൺ ആയിരിക്കില്ല നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക. പ്രോ ഗ്രേഡിലൊക്കെ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന 4K 60 ഒക്കെ ഒത്തിരി ഷൂട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഐ ഡോണ്ട് സജസ്റ്റ് ദിസ് ഫോൺ. കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് ആവശ്യമുള്ള പരിപാടിയൊക്കെ നടക്കും. ഫോട്ടോസിൻ്റെ കാര്യത്തിൽ വരുമ്പോഴും ഇത് ഒരു ടൈം എടുക്കുന്നുണ്ട്. അതായത് നമ്മളൊരു 10Xലേക്ക് ഇട്ട് കഴിഞ്ഞാലും ആ ലൈറ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് സീൻ ഡിറ്റക്ട് ചെയ്ത് വരുന്ന ആ ടൈം ഉണ്ടല്ലോ, അത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ 1Xലിട്ട് ഫോട്ടോ എടുക്കുമ്പോഴും അവരത് ഡിറ്റക്ട് ചെയ്ത് പിന്നെ എയുടെ ഇൻ്റഗ്രേഷനൊക്കെ വന്നു, അങ്ങനെയാണ് ആ ഒരു ഫോട്ടോ ഒക്കെ നല്ല രസമായിട്ട് വരുന്നത്. അതിനുള്ളൊരു സമയം എടുക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ചെറിയ വ്ളോഗും പരിപാടികളൊക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാം അപ്ലോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോസ് എല്ലാം ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം റെഡിയാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരു ഫോട്ടോ പോലും ഞാൻ പ്രോസസ്സ് ചെയ്തിട്ടില്ല. അതിപ്പോൾ സാംസങ്ങിലെടുത്താണെങ്കിലും ഇതിലെടുത്താണെങ്കിലും ഒരു തരത്തിലും ഞാൻ പ്രോസസ്സ് ചെയ്തിട്ടില്ല. എന്താണോ എനിക്ക് കിട്ടിയത് അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ചില ഫോട്ടോസ് രസമാവുന്നില്ല. അതായത് ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ 10Xലോ 3Xലോ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. പിന്നെ ഞാൻ ഈ കാക്കയുടെയും പരുന്തിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത സമയത്തും ആ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒരു 69-70 രൂപയ്ക്കൊക്കെ നമുക്ക് ഈ ഫോൺ കിട്ടുകയാണെങ്കിൽ ആ പ്രൈസിന് കിട്ടുന്നത് വെച്ച് ഫോർ എ ബിഗിനർ വ്ളോഗറൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ, പിന്നെ ഫാമിലി ഫംഗ്ഷൻസും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ഫോട്ടോസും വീഡിയോസും എടുത്ത് സൂക്ഷിക്കാൻ ദിസ് ഇസ് ദ ബെസ്റ്റ്. അത്രേ ഉള്ളൂ. നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ കുഞ്ഞു കുഞ്ഞു പരിപാടികൾക്കൊക്കെ ആയിട്ട് ഒരു സാധാരണ യൂസറിന് ദിസ് ഇസ് ഗുഡ്. പക്ഷേ നിങ്ങളൊരു വ്ളോഗർ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു പ്രോ ഗ്രേഡ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണം, അത്രയും കണ്ടൻറ്റ് സൂക്ഷിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് സജസ്റ്റ് ഗോ ഫോർ ഐഫോൺ അല്ലെങ്കിൽ സാംസങ് S25. ശരിക്കും എനിക്ക് ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ ഞാൻ S25 എടുക്കണോ ഇതെടുക്കണോ എന്നുള്ളതായിരുന്നു എൻ്റെ കൺഫ്യൂഷൻ. രണ്ടും ഏകദേശം ഒരേ പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ്. അതിൽ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറുണ്ട്. അപ്പം അതെടുത്തിരുന്നെങ്കിൽ എനിക്ക് ഹീറ്റിംഗ് ഇഷ്യൂ കുറച്ചുകൂടി കുറഞ്ഞിരുന്നേനെ. ബാക്ക് ക്യാമറ അത്യാവശ്യം നല്ല പെർഫോമൻസ് വീഡിയോയിൽ തരുമല്ലോ എന്ന് പറയുന്ന ആ ഒരു ചെറിയ വിഷമം എനിക്ക് ഇന്ന് തോന്നി. ഹീറ്റിംഗ് ഇഷ്യൂ ശരിക്കും ഭയങ്കര കുറവാണ് സാംസങ്ങിൽ. എല്ലാവർക്കും അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഹീറ്റിംഗ് ഇഷ്യൂ സാംസങ്ങിൽ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഇതിലെനിക്ക് നല്ലോണം കിട്ടുന്നുണ്ട്. ഒരു കുഞ്ഞു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും സീംലെസ് ആയിട്ട് സ്വിച്ച്, വീണ്ടും ഒന്നുകൂടി ക്ഷമിക്കുക, ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും സീംലെസ് ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. അതായത് ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. സാംസങ്ങിൽ ചെറിയൊരു മൈക്രോ ലാഗോട് കൂടിയാണെങ്കിലും ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇതിലത് പറ്റില്ല എന്നുള്ളതാണ്. ഈ കാക്കയും ഞാനും തമ്മിൽ ഞാനൊന്ന് ഇത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ 0.6 അൾട്രാ വൈഡിൽ ആൻഡ് ദിസ് ഇസ് നെക്സ്റ്റ്. ഇതാണ് തൊട്ടപ്പുറത്തെ പറമ്പ്. ഈ പറമ്പിൽ നമ്മൾ ഈ കാണുന്ന തെങ്ങിലേക്കൊക്കെ പോകാനാണെങ്കിൽ 1X 2X 3X 10X വരെ ദിസ് ഇസ് ഓൾമോസ്റ്റ് ഗുഡ്. പക്ഷേ ഈ ക്ലാരിറ്റി എനിക്ക് ഭയങ്കര പിക്സലേറ്റ് ആവുന്ന പോലെയുണ്ട്. 3X വരെ ഇത് ഗംഭീരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ 10Xലേക്ക് പോകുമ്പോൾ വീഡിയോ ഇസ് നോട്ട് ഗുഡ്. പക്ഷേ ഫോട്ടോ ഇവന്മാർ എന്ത് മാജിക്കാണ് കാണിക്കണമെന്ന് എനിക്കറിയില്ല, അടിപൊളിയായിട്ട് കിട്ടും. ഇതാണ് 10Xൽ നമ്മൾ കാണുന്നത്. എനിക്കിത് ഭയങ്കര ക്ലാരിറ്റി ഭയങ്കര ഡിപ്പായിട്ടുള്ള പോലെയാണ് തോന്നുന്നത്. അതേസമയം നിങ്ങൾ 3X നോക്കൂ, നല്ല ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ആ സ്വിച്ചിങ് ഒക്കെ കുറച്ച് സീംലെസ് എന്ന് ഞാൻ പറയില്ല, പക്ഷേ ആണ് പോകുന്നത്. സോ അത്രയാണ് ഗൈസ് സാംസങ് വിവോ X300 സാധാ X300ൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. ബാക്കി സപ്പോർട്ട് അനുസരിച്ചിരിക്കും. ഈ ഫോണിൽ നിങ്ങൾക്കിനി കാണാൻ ആഗ്രഹമുള്ള വീഡിയോ എന്താണ് നിങ്ങൾക്ക് ഈ ഫോണിൽ ടെസ്റ്റ് ചെയ്ത് അറിയേണ്ടത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ സമയം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, ഹൈപ്പ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം.